എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശംഖുപുഷ്പമാണ്. സാധാരണ നീല കളറിലും വെള്ള കളറിലുമാണ് ശംഖുപുഷ്പങ്ങൾ കാണാറുള്ളത്. ഇവിടെ ഉള്ളത് വെള്ള കളറിലുള്ളതാണ്. ശംഖുപുഷ്പത്തിൻ്റെ വലിയൊരു പ്രത്യേകതയിലൊന്നാണ് ഇതിൻ്റെ കളർ ചേഞ്ചിങ് പ്രോപ്പർട്ടി. pH അനുസരിച്ച് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നീല കളറിലുള്ള പൂക്കൾ നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൽ ലെമൺ ഒഴിക്കുകയാണെങ്കിൽ അസിഡിക് ആണ് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കളറ് പർപ്പിളിലോട്ട് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ അടുത്ത സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റിനെ റിപ്പൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ ശംഖുപുഷ്പത്തിനുണ്ട്. ഇപ്പം ശംഖുപുഷ്പത്തിനെ നമ്മൾ ഗാർഡനിൽ നിർത്തുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഇൻസെക്റ്റുകൾ അധികം വരത്തില്ല. കാരണം ശംഖുപുഷ്പത്തിന് അതിനെ റിപ്പൽ ചെയ്യാനുള്ള, അതിനെ എതിർക്കാനുള്ള ഒരു ശേഷിയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ആയുർവേദ മെഡിസിനുകളിലും ചൈനീസ് മെഡിസിനുകളിലും ശംഖുപുഷ്പം നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ആങ്സൈറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ശംഖുപുഷ്പം ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ നമ്മൾ ടീ വെച്ച് കുടിക്കുന്നതും എല്ലാം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതായി കരുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടി നിൽക്കുന്ന സ്ഥലത്തെ സോയിലിൽ നൈട്രജനെ ഫിക്സ് ചെയ്ത് സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ശംഖുപുഷ്പത്തിന് ഒരു കഴിവ്. ഇതിൻ്റെ വിത്തുകൾ കാണാനും പയർമണികൾ പോലെയാണ് ഇരിക്കുന്നത്. ഒരു പയറിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ വിത്തുകളുള്ളത്. ഈ ചെടിയിൽ ഇപ്പോൾ വിത്തുകളില്ല. വള്ളികളായി വളർന്നു പോകുന്ന ഇവ സാധാരണ രീതിയിൽ അടുത്തുള്ള ചെടികളിൽ പറ്റിപ്പിടിച്ച് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ് പതിവ്. അതുപോലെ തന്നെ നല്ല വരൾച്ചയെയും നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുകളെയും അതിജീവിക്കാൻ ശേഷിയുള്ളതാണ് ശംഖുപുഷ്പം. അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം കൃഷി ചെയ്യുന്നത് വളരെ ലാഭകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതൊരു കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിവുള്ളതുകൊണ്ട് നല്ല രീതിയിൽ കൃഷി സക്സസ് ആവുകയും. തായ്ലാൻഡിൻ്റെ വെൽക്കം ഡ്രിങ്കാണ് നാം ഡോ കഞ്ചാൻ അഥവാ ബട്ടർഫ്ലൈ പീ ടീ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്ലൂ ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കുന്ന അവരുടെ വെൽക്കം ഡ്രിങ്ക്. അതുപോലെ പലതരം ഡിഷുകൾ ഉണ്ടാക്കാനും ശംഖുപുഷ്പം നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും നമ്മുടെ ശംഖുപുഷ്പത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീര് വന്ന ഭാഗങ്ങളിലൊക്കെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. ഒരു ക്ലൈംബിംഗ് വൈൻ വിഭാഗത്തിൽപ്പെടുന്നതാണ് ശംഖുപുഷ്പം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇത്രയും മീറ്റർ ഉയരത്തിൽ പൊങ്ങി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എത്തിപ്പിടിക്കാനുള്ള വള്ളികൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്, ചുരുണ്ട്. ഇനി എവിടെയെങ്കിലും ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടേക്കിത് കൈയെത്തിപ്പിടിക്കും. കണ്ടോ, കൈയെത്തിപ്പിടിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു വള്ളികൾ പോകുന്നത്. ഇതൊരു ക്ലൈംബിംഗ് വൈനാണ്. ഒരു 3 മീറ്റർ വരെ ഇത് പൊക്കത്തിൽ വളരും. നമ്മുടെ നാട്ടിൽ പലതരം വിഷചികിത്സകൾക്ക് ധാരാളമായി ഉപയോഗിച്ച് വരുന്നതാണ് ശംഖുപുഷ്പം. നിങ്ങൾക്കും ശംഖുപുഷ്പത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ, കൂടുതൽ ഫാക്ട്സ് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമല്ലോ. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.